മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ക്ഷേത്രോത്സവങ്ങളുടെ കാലമാണ്. ഇക്കൂട്ടത്തിൽ ഒരു കല കൂടി ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമാകുകയാണ്. വളരെ പുരാതനമാണ് ഈ കല, ചുമർ ചിത്രകല. ഏതാണ്ട് 10 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ചുമർ ചിത്രകലയ്ക്ക്. ഇതിനെ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് AMO ആർട്ട് ഗാലറി. ഇത് കലാകാരന്മാരുടെ, ചുമർചിത്ര കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. അവർ തത്സമയം ഈ ചിത്രകല നടത്തുകയാണ് ക്ഷേത്രസന്നിധിയിൽ. വളരെ ഗംഭീരമായൊരു കാഴ്ചയാണത്. തത്സമയം ഈ ചുമർ ചിത്രകലയെ ക്ഷേത്രസന്നിധിയിലേക്ക് കൊണ്ടുവരിക, അതുവഴി ജനങ്ങളിലേക്ക് എത്തിക്കുക. ആ കാഴ്ചകൾ, ആ നിറങ്ങളുടെ കാഴ്ചകൾ, നിറങ്ങളുടെ ഉത്സവം, ചിത്രകലോത്സവം കണ്ടുപോകാം. കേരളത്തിലെ ചുമർ ചിത്രകലാ പാരമ്പര്യത്തിന് ഏകദേശം 10 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ഗുഹാചിത്രങ്ങളുടെ തുടർച്ചയായാണ് ചുമർ ചിത്രങ്ങൾ രൂപം കൊള്ളുന്നത്. അജന്തയിലെയും എല്ലോറയിലെയും ചുവർ ചിത്രങ്ങളുടെ സ്വാധീനം ഭാരതത്തിലെ ഒട്ടുമിക്ക ചിത്രകലാ പ്രസ്ഥാനങ്ങളിലും ദർശിക്കാൻ കഴിയും. പുരാതന ക്ഷേത്രങ്ങൾക്കും കൊട്ടാരങ്ങൾക്കുമൊപ്പം പള്ളികളും മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വരച്ച ചുമർ ചിത്രങ്ങളാണ് കേരളത്തിൽ അധികവും കണ്ടുവരുന്നത്. നമ്മളുടെ മഹാഭാരതവും അതേപോലെ തന്നെ രാമായണവും എന്നുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പഴയ ഇതിഹാസ പുരാണങ്ങളിലെ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അത് ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ കാണുന്നത് ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലുകളിലും അതേപോലെ കൊട്ടാരങ്ങളിലും മാത്രമാണ് ഈ ചുമർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ AMO ആർട്ട് ഗാലറി ഇത് ചെയ്യുന്നത്, AMO ആർട്ട് ഗാലറിയിലുള്ള 1400 ആർട്ടിസ്റ്റുമാർ, ഈ മ്യൂറൽ ചിത്രകലാകാരന്മാർ കൂടുതൽ ചെയ്യുന്നത് ഇതിനെ ജനകീയമാക്കുക, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സങ്കല്പം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ പഴയകാല പൗരാണിക രീതിയിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് നമ്മളും വിഷയങ്ങൾ ആസ്പദമാക്കി ഈ ക്ഷേത്രങ്ങളിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊട്ടാരക്കെട്ടുകളിലും പ്രഭുകുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന ഈ വർണ്ണവിസ്മയത്തെ ജനകീയമാക്കുന്ന പ്രവർത്തനത്തിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ ഏർപ്പെട്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറ ആസ്ഥാനമായ AMO ആർട്ട് ഗാലറി കേരളത്തിലെ കലാകാരന്മാരുടെ അഥവാ കലാകൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. പുതിയ പുതിയ കലാകാരന്മാരെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിൽ ഇവർ വലിയ പ്രോത്സാഹനം നൽകുന്നു. ഒപ്പം കലാകാരന്മാരുടെ ഉപജീവനത്തിനായി പുതിയ വഴികൾ തുറക്കുന്നു. 1400ഓളം ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ മെമ്പർമാരായിട്ടുള്ളത്. ഇതിലൊരു മെമ്പർഷിപ്പ് ഫീസോ അങ്ങനെയൊന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടല്ല. നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒന്ന് പരമാവധി നമ്മൾ കുറേ സ്ത്രീകളുണ്ടെന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഒന്ന്, പുതിയ തലമുറയ്ക്ക് ഈ ചുവർ ചിത്രകല പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുട്ടികളിലേക്ക് ഇത് എത്തിച്ചു കൊണ്ടുകൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് അനാവശ്യമായിട്ടുള്ള മറ്റ് ചിന്തകളൊന്നും പോകാതെ തന്നെ അവർക്ക് നല്ല ചിന്തകൾ, അത് പ്രത്യേകിച്ച് ക്ഷേത്രകലകളാകുമ്പോൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സേഫായിട്ട് അവർക്കെല്ലാം ചെയ്യാനും പറ്റും. നമുക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് ഇറക്കി തുടക്കത്തിൽ തന്നെ ഇത് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി AMO ആർട്ട് ഗാലറിയിലെ കലാകാരന്മാർ ഉത്സവ ദിനങ്ങൾക്കനുസരിച്ച് തത്സമയ ചിത്രരചന നടത്തി ചുമർ ചിത്രങ്ങളെ ക്ഷേത്രങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് ഇവർ പുറത്തേക്ക് കൊണ്ടുവന്നു. സിസ്റ്റം അനുസരിച്ച് നോമ്പ് ഇങ്ങനെയുള്ളതൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ വരയ്ക്കാൻ വരുന്നത്. അപ്പോൾ അത്ര രീതിയിൽ തന്നെ പഴയ കാലങ്ങളിൽ ചിട്ടയോടുകൂടി തന്നെയുള്ള പ്രകാരം തന്നെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളുണ്ട്. ഇത് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഭഗവതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്, അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുള്ള ചിത്രങ്ങളാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. ഞാൻ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിൽ വെച്ചാൽ എല്ലാവിധ ആർട്ടുകളും ഉണ്ട് അവിടെ. അതായത് നമുക്ക് മേളമുണ്ട്, ആനയുണ്ട്, കഥകളിയുണ്ട്, കച്ചേരിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതേ സമയത്തിൽ മ്യൂറൽ പെയിൻറ്റിങ് നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചിത്രകലയെ നമ്മളവിടെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 2022 ഗുരുപൂർണ്ണ പത്മം എന്ന പേരിട്ടുകൊണ്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്തി. ചുമർ ചിത്ര രചനാരീതിയുടെ വർണ്ണങ്ങളും രീതികളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കാഴ്ചക്കാർക്ക് ഇതിലൂടെ അവസരം ലഭിക്കുന്നു. ഇത് വളരെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ആർട്ടിസ്റ്റിക് വ്യൂ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യം കൂടിയാണ് ഡെക്കറേറ്റിംഗ് ദി അപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട്
കലയ്ക്ക് കുറേ അതൊരു നല്ല ഇൻറ്റീരിയർ ഡെക്കറേഷൻ കൂടി പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. നല്ല നിലയിൽ ഇനിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉള്ള എല്ലാ ഉത്സവമുള്ള സ്ഥലങ്ങളിലേക്കും ഇതിന് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ വിജയമായി തന്നെ പോകും. പിന്നെ ഈ ഒരു ഇത് ചിത്രേനൻ്റെ പടം ഒരു ആത്മാർത്ഥമുള്ള ഒരാളാണ്, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഇതൊരു നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഇതായിട്ട് ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ഇത് വരട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൽ കാണുന്ന ചുവർ ചിത്രങ്ങൾക്കുള്ള രേഖാവിന്യാസത്തിലെ വ്യത്യസ്തത ചിത്രങ്ങളുടെ എല്ലാം പ്രത്യേകതയാണ്. സ്വാത്തികമൂർത്തികൾക്ക് പച്ചയും, രജോ ഗുണമുള്ളവർക്ക് ചുവപ്പും, തമോ ഗുണമുള്ളവർക്ക് വെള്ളയോ കറുപ്പോ നൽകിയിരിക്കുന്നു. കാവിച്ചുവപ്പ്, കാവിമഞ്ഞ, പച്ച, ചുവപ്പ്, വെള്ള, നീല, ഹരിതനീലം, കറുപ്പ്, മഞ്ഞ, സ്വർണ്ണമഞ്ഞ തുടങ്ങിയ നിറങ്ങളാണ് ചുവർ ചിത്രങ്ങളിൽ സാധാരണയായി ഉള്ളത്. പുരാതന ചിത്രരചനാ സമ്പ്രദായത്തിൽ സസ്യഭാഗങ്ങളും രാസവസ്തുക്കളും ചായം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. കാവിമഞ്ഞയും കാവിച്ചുവപ്പും വെട്ടുകളിൽ നിന്നാണ് എടുത്തിരുന്നത്. നീല അമരിയിൽ നിന്നാണ് നീലനിറമുണ്ടാക്കിയത്. ഇരവിക്കറയിലോ മനയോലയിലോ നീലനിറം ചേർത്ത് പച്ചനിറം ഉണ്ടാക്കുന്നു. ശർക്കരയും വേപ്പിൻ പശയുമാണ് പ്രതലവുമായി നിറങ്ങളെ ചേർത്ത് നിർത്താൻ ചേർത്തിരുന്നത്. ക്ഷേത്രങ്ങളിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ മിക്കതും വൈഷ്ണവ സങ്കല്പത്തിലുള്ളതാണ്. ചുമർ ചിത്രകലയിലെ പല ചിത്രങ്ങൾക്കും ഒരു കഥാപരിസരമുണ്ട്. അവയിൽ പലതും പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ പുതിയ കാലത്ത് ചുമർ ചിത്രങ്ങൾക്ക് ചുവരുകൾ വേണ്ട. അവ ക്യാൻവാസിലേക്ക് വികസിച്ചിരിക്കുന്നു. ആ ചിത്രങ്ങളിലെ മിന്നും താരങ്ങൾ രാധയും കൃഷ്ണനുമാണ്.